സ്റ്റുഡൻസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫ്രാക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ക്ലാസ് 6 ഫ്രാക്ഷനാണ്. അപ്പോൾ എന്താണ് ഫ്രാക്ഷൻ? നമ്പേഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഹോൾ നമ്പേഴ്സ്, നാച്ചുറൽ നമ്പേഴ്സ്, അങ്ങനെയുള്ള കുറേ നമ്പേഴ്സ് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിലൊരു ഗ്രൂപ്പാണ് ഫ്രാക്ഷൻ അഥവാ ഭിന്നസംഖ്യകൾ എന്ന് പറയും. മലയാളത്തിൽ ഭിന്നസംഖ്യകൾ എന്നാണ് ഫ്രാക്ഷൻ എന്ന് പറയാം. അപ്പോൾ ഈ ഫ്രാക്ഷൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് എ ഫ്രാക്ഷൻ ഈസ് എ നമ്പർ ദാറ്റ് റെപ്രസെൻറ്റ് എ പാർട്ട് ഓഫ് എ ഹോൾ ഓർ ദ ഡിവിഷൻ ഓഫ് വൺ നമ്പർ ബൈ അനദർ. അതായത് ഫ്രാക്ഷൻ എന്ന് പറയുന്നത് ഒരു പാർട്ട് ഓഫ് എ ഹോൾ, റെപ്രസെൻറ്റ് ചെയ്യുന്ന പാർട്ട് ഓഫ് എ ഹോൾ ഓർ ദ ഡിവിഷൻ ഓഫ് വൺ നമ്പർ ബൈ അനദർ. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും 1/2, 2/3, 3/4 അങ്ങനെയുള്ള നമ്പേഴ്സ്. അപ്പോൾ ഇതെങ്ങനെയുള്ളത്? ഒരു നമ്പറിനെ ഡിവൈഡ് ചെയ്തിട്ടാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ ടോപ്പിൽ ഒരു നമ്പർ ഉണ്ട്, താഴെ ഒരു നമ്പർ ഉണ്ട്. അപ്പോൾ ഈ ടോപ്പിൽ വരുന്ന നമ്പറിനെ ന്യൂമറേറ്റർ എന്ന് പറയും. ഓക്കെ, അതായത് ബോട്ടത്തിൽ വരുന്ന നമ്പർ എന്താണ് പറയുക? ഡിനോമിനേറ്റർ എന്നാണ് പറയാം. അപ്പം ഈ ഒരു രൂപത്തിലാണ് നമ്മുടെ ഫ്രാക്ഷന് ഉണ്ടാവുക. അപ്പോൾ ഇവിടെ കുറച്ച് ഫിഗർ ഞാനിവിടെ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഒരു ഫിഗർ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, സർക്കിളാണ് അല്ലേ? ഒരു സർക്കിള്, അത് ഫുള്ള് നമ്മൾ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഫുള്ളാണ് അല്ലേ? ഫുള്ളായിട്ട് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. അത് 1, അതായത് മൊത്തത്തിൽ ഷെയ്ഡ് ചെയ്ത ഭാഗമാണ്, അത് 1 എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഫിഗർ എന്ന് പറയുന്നത് ഇതിൽ നമ്മൾ ഷെയ്ഡ് ചെയ്ത പാർട്ട് എന്ന് പറയുന്നത് ഇതിൻ്റെ പകുതി ഭാഗമാണ് നമ്മൾ ഷെയ്ഡ് ചെയ്തിട്ടുള്ളത്. അതിനെ നമ്മൾ ഫ്രാക്ഷൻ്റെ രൂപത്തിൽ എഴുതുന്നത് 1/2 എന്നാണ്. കണ്ടിട്ടുണ്ടല്ലോ, ഹാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/2, 1/2 എന്ന് പറയും. നെക്സ്റ്റ് ഫിഗർ എന്ന് പറയുന്നത് ഈ ഒരു ഹോൾ സർക്കിളിനെ നമ്മൾ 4 ഈക്വൽ പാർട്സ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ 1 പാർട്ടിനെ മാത്രമേ ഇവിടെ ഷെയ്ഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ ഫ്രാക്ഷൻ രൂപത്തിൽ എങ്ങനെ എഴുതാം? 1/4. അതായത് 1 ഷെയ്ഡ് ചെയ്ത പാർട്ടാണ്. ഇവിടെ ടോട്ടൽ പാർട്സ് എത്രയാണ് ഉള്ളത്? 4 ഈക്വൽ പാർട്സ് ആണുള്ളത്. അതുകൊണ്ട് അതിനെ ഫ്രാക്ഷൻ രൂപത്തിൽ എഴുതുന്നത് 1/4 എന്നാണ്. ഇപ്പം നെക്സ്റ്റ് ഫിഗർ എന്ന് പറയുന്നത് ഈ ഒരു സർക്കിൾ തന്നെയാണ്. അതിൽ 8 ഈക്വൽ പാർട്സ് ചെയ്തിട്ടുണ്ട് അല്ലേ? 8 ഈക്വൽ പാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ 1 പാർട്ടാണ് ഷെയ്ഡ് ചെയ്തിട്ടുള്ളത്. അപ്പം ഇതിനെ ഫ്രാക്ഷൻ രൂപത്തിൽ എഴുതുന്നത് 1/8 എന്നാണ്. 1/8, അതായത് 8 ഈക്വൽ പാർട്സിൽ 1 പാർട്ടാണ് ഷെയ്ഡ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് 1/8 എന്ന് എഴുതാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇപ്പം നെക്സ്റ്റ് ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ്. ദ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ആർ ദ 2 പാർട്സ് ഓഫ് എ ഫ്രാക്ഷൻ. ഒരു ഫ്രാക്ഷനിലുള്ള 2 പാർട്ടാണ് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും. വിത്ത് ദ ന്യൂമറേറ്റർ ഓൺ ടോപ്പ് അല്ല, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ന്യൂമറേറ്റർ ഓൺ ദ ടോപ്പ് ആൻഡ് ദ ഡിനോമിനേറ്റർ ഓൺ ദ ബോട്ടം. ബോട്ടമിൽ വരുന്നത് എന്താണ്? ഡിനോമിനേറ്റർ ആണ്. ഇപ്പോൾ ഇവിടെ തന്നെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഇപ്പോൾ 1/8 ആണ്. 1 എന്ന് പറയുന്നത് ന്യൂമറേറ്റർ ആണ്, 8 എന്ന് പറയുന്നത് ഡിനോമിനേറ്റർ ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ നെക്സ്റ്റ് നമുക്കിവിടെ എക്സസൈസ് 7.1 ചെയ്യാനുണ്ടോ? അപ്പോൾ ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ ഫ്രാക്ഷൻ റെപ്രസെൻറ്റിങ് ഷെയ്ഡഡ് പോർഷൻ. അതായത് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഫ്രാക്ഷന്, അതായത് നമുക്ക് ഷെയ്ഡഡ് പോർഷൻ്റെ ഫ്രാക്ഷന് നമ്മളിവിടെ എഴുതണം. അപ്പോൾ റൈറ്റ് ദ ഫ്രാക്ഷൻ റെപ്രസെൻറ്റിങ് ദ ഷെയ്ഡഡ് പോർഷൻ. അപ്പോൾ ഫസ്റ്റത്തെ ഫിഗർ നോക്കാം. അപ്പോൾ ഇതൊരു ട്രയാങ്കിളാണ്. അതിൻ്റെ ഉള്ളിൽ ഈക്വലായിട്ട് കുഞ്ഞു ട്രയാങ്കിൾ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ കാണുന്നുണ്ട് അല്ലേ, 2 പാർട്ട് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് എങ്ങനെ നമ്മൾ ഫ്രാക്ഷൻ രൂപത്തിൽ എഴുതും? അപ്പോൾ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ എത്ര ടോട്ടൽ പാർട്സ്, അതായത് ടോട്ടൽ ഈക്വൽ പാർട്സ് എത്ര ഉണ്ട് നോക്കാം. അപ്പോൾ 1, 2, 3, 4.
അപ്പോൾ 4 ഈക്വൽ പാർട്സ് ആണ്. അതെവിടെ എഴുതേണ്ടത്? ടോട്ടൽ ഈക്വൽ പാർട്സ് ഡിനോമിനേറ്ററിലാണ്, അതായത് ബോട്ടം താഴെ. അതിനുശേഷം ന്യൂമറേറ്ററിൽ നമ്മൾ എന്താ എഴുതുക? ഇവിടെ എത്ര പാർട്ടാണ് ഷെയ്ഡ് ചെയ്തിട്ടുള്ളത്? അപ്പോൾ ഇവിടെ എത്ര പാർട്ടാണ് ഷെയ്ഡ് ചെയ്തിട്ടുള്ളത്? 2 പാർട്ട്, 1 2. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 2/4 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ കുറച്ച് ഇതിന് 2/4 നമുക്ക് വേണമെങ്കിൽ റെഡ്യൂസ് ചെയ്യാം. റെഡ്യൂസ് ചെയ്തിട്ട് എഴുതി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക, അത് ന്യൂമറേറ്റർ 2 ആണ്, ഡിനോമിനേറ്റർ 4 ആണ്. അപ്പോൾ ഇതിനെ റെഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇതിന് ചെറിയ ഫ്രാക്ഷനാക്കി മാറ്റുക. അതായത് 2ഉം 4ഉം 2ലും 4ലും നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു നമ്പറാണ് 2 അല്ലേ? അപ്പോൾ 2ൽ 2 എത്ര ടൈംസാണ് ഡിവൈഡ് ചെയ്യുക? അതായത് റെഡ്യൂസ് ചെയ്യാന്ന് വെച്ചാൽ 2ൽ 2 ഡിവൈഡ് ചെയ്യാൻ പറ്റും, 4ലും 2 ഡിവൈഡ് ചെയ്യാൻ പറ്റും ആണല്ലോ. അപ്പോൾ 2ൽ 2 ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക 1 ആണ്, ഡിവൈഡഡ് ബൈ 4ൽ 2 ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുക 2 ആണ്. അപ്പോൾ നമ്മൾ ഈ 2/4 എന്നുള്ള ഫ്രാക്ഷനെ നമ്മൾ റെഡ്യൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ എഴുതാം? 1/2 എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഫിഗർ ഇവിടെ ഒരു സ്ക്വയർ ആണ് അല്ലേ? ഒരു സ്ക്വയർ തന്നിട്ടുണ്ട്, അതിൽ കുറച്ച് ഈക്വൽ പാർട്സ് ആയിട്ട് സ്ക്വയേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഫ്രാക്ഷൻ ആയിട്ട് എങ്ങനെ എഴുതാം? അപ്പോൾ ഇതിൽ ടോട്ടൽ എത്ര പാർട്സ് ഉണ്ട്? ഈക്വൽ പാർട്സ് 1 2 3 4 5 6 7 8 9. 9 ഈക്വൽ പാർട്സ് ആണുള്ളത്. അപ്പം 9 എന്ത് ചെയ്യുക? ഡിനോമിനേറ്ററിൽ എഴുതാം. ഇനി എത്ര ഷെയ്ഡഡ് പാർട്ട് ഉണ്ട്? 1 2 3 4 5 6 7 8. 8 ഷെയ്ഡഡ് പോർഷൻ ഉണ്ട്. അപ്പോൾ 8 ഡിവൈഡഡ് ബൈ 9 ആണ് ഇവിടെ നമുക്ക് എഴുതാം. അപ്പോൾ ഇതിനെ റെഡ്യൂസ് ചെയ്യാനൊന്നും പറ്റില്ല, കാരണം ഇതിൽ രണ്ടിലും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സൊന്നുമില്ല. ഒന്ന് 8ഉം ഒന്ന് 9ഉം ആണ്. അപ്പോൾ ഇത് ഈ രീതിയിൽ തന്നെ നമുക്ക് എഴുതാം. ഓക്കെ, നെക്സ്റ്റ് ഫിഗർ ഒരു ബോക്സിൻ്റെ ഉള്ളിൽ കുറച്ച് ബോൾസ് ഉണ്ട്. അപ്പം ആ ഒരു ബോൾസിൻ്റെ ഫ്രാക്ഷനാണ് നമുക്ക് എഴുതേണ്ടത്. ഇവിടെ എത്ര ബോൾസ് ആണുള്ളത്? 1 2 3 4 5 6 7 8. 8 എന്ന് എഴുതാം. അത് ഡിനോമിനേറ്ററിലാണ് 8 എഴുതാം. ഇനി ഷെയ്ഡഡ് ആയിട്ടുള്ള ബോൾസ് എത്ര ഉണ്ട്? 1 2 3 4. അപ്പോൾ 4 ഡിവൈഡഡ് ബൈ 8 ആണ് കിട്ടുക. അപ്പോൾ 4 ഡിവൈഡഡ് ബൈ 8 എന്ന് പറഞ്ഞാൽ അതിനെ നമുക്ക് റെഡ്യൂസ് ചെയ്തിട്ട് ഫ്രാക്ഷൻ എഴുതാം. അപ്പോൾ 4ലും 8ലും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ, അപ്പോൾ 4ലും 8ലും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ 4 തന്നെയാണ്. അപ്പോൾ 4/4 ഡിവൈഡഡ് ബൈ 8 ഡിവൈഡഡ് ബൈ 4 എന്ന് എഴുതാം. അപ്പോൾ 4ൽ 4 എത്ര ടൈംസാ? 1 ഡിവൈഡഡ് ബൈ 8 ഡിവൈഡഡ് ബൈ 4 എന്ന് പറഞ്ഞാൽ 8ൽ 4 2 ടൈംസ്, 2 4s ആണ് 8. അപ്പോൾ നമുക്ക് റെഡ്യൂസ് ചെയ്തിട്ട് 1/2 എന്ന് ആ ഫ്രാക്ഷനെ മാറ്റി എഴുതാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ, നെക്സ്റ്റ് ഫിഗർ ഒരു സർക്കിളാണ്. അതിൽ 4 ഈക്വൽ പാർട്സ് ചെയ്തിട്ടുണ്ട്. അതിൽ 1 പാർട്ട് ഷെയ്ഡ് ചെയ്തതാണ്. അപ്പോൾ അത് ഫ്രാക്ഷനായിട്ട് എങ്ങനെ എഴുതാം നമുക്ക്? 4 ഈക്വൽ പാർട്സ് ആണ്. അപ്പോൾ 4 ഡിനോമിനേറ്റർ. ഇതിൽ എത്ര പാർട്ടാണ് ഷെയ്ഡ് ചെയ്തിട്ടുള്ളത്? അപ്പോൾ 1 പാർട്ടാണ് ഷെയ്ഡ് ചെയ്തിട്ടുള്ളത്. അത് 1/4 എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് ഫിഗർ 5 ഈ ഒരു ഫിഗറാണ്. ഇതിൽ എത്ര പാർട്സ് ആണ് ചെയ്തിട്ടുള്ളത്? ടോട്ടൽ പാർട്സ്, ടോട്ടൽ ഈക്വൽ പാർട്സ് എത്രയാ? 1 2 3 4 5 6 7. 7 ഈക്വൽ പാർട്സ് ആണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ എത്ര പാർട്ടാണ് ഷെയ്ഡ് ചെയ്തിട്ടുള്ളത്? 1 2 3. 3 പാർട്ടാണ് ഷെയ്ഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ 3/7 എന്നാണ് നമ്മൾ ഫ്രാക്ഷൻ രൂപത്തിൽ ഈ ഒരു ഷെയ്ഡഡ് പോർഷനെ എഴുതാൻ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ, നെക്സ്റ്റ് ഫിഗർ ഇവിടെ ഒരു ബോക്സിൽ കുറച്ച് ഫ്ലവേഴ്സ് ആണുള്ളത് അല്ലേ? ഫ്ലവേഴ്സിൽ ഷെയ്ഡ് ചെയ്ത ഫ്ലവേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫ്രാക്ഷനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇവിടെ ടോട്ടൽ ഫ്ലവേഴ്സ് എത്ര ഉണ്ട് എന്ന് നോക്കാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 ഫ്ലവേഴ്സ് ഉണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് 16 എന്ന് പറയുന്നത് ഡിനോമിനേറ്ററിൽ എഴുതാം. ഇതിൽ ഷെയ്ഡഡ് ഫ്ലവേഴ്സ് എത്രയാണ് ഉള്ളത്? 1 2 3.
3 ആണ് ഷെയ്ഡഡ് ഫ്ലവേഴ്സ് ഉള്ളത്. അപ്പം നമുക്ക് 3/16 ആണ് നമ്മുടെ ഫ്രാക്ഷന് കിട്ടുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഒരു ബോക്സിൽ പെൻസിൽസ് ആണ് ഉള്ളത് അല്ലേ. അപ്പോൾ ഇവിടെ എല്ലാം ഷെയ്ഡ് ചെയ്തിട്ടാണുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് ടോട്ടൽ എത്ര പെൻസിൽസ് ആണുള്ളത്? 1 2 3 4 5 6 7 8 9 10 ആണുള്ളത്. അപ്പോൾ എത്ര ഷെയ്ഡഡ് പെൻസിൽസ് ആണുള്ളത്? അതും 10 തന്നെയാണ്. അപ്പോൾ 10 ഡിവൈഡഡ് ബൈ 10 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 ആണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, 1 ആണ് ഇവിടെ ആൻസർ വരിക. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പം നെക്സ്റ്റ് ഫിഗർ ഈ രീതിയിലാണുള്ളത്. ഇതിൽ ഈക്വൽ പാർട്സ് എന്ന് പറയുന്നത് നമുക്കിവിടെ നോക്കാം. 1 2 3 4 5 6 7 8 9 ഈ ടോട്ടൽ പാർട്സ് ആണ് ഇവിടെ ഉള്ളത്. ഓക്കെ, ഇതിൽ ഷെയ്ഡ് ചെയ്ത പാർട്ട് എന്ന് പറയുന്നത് എത്രയാണ്? 4 ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 4 ഡിവൈഡഡ് ബൈ 9 എന്ന് എഴുതാം. ഓക്കെ, 9 ടോട്ടൽ പാർട്സ് ആണ്, 4 ഷെയ്ഡഡ് പാർട്സ് ആണ്. അപ്പോൾ 4/9 എന്നാണ് എഴുതാം. ഫ്രാക്ഷൻ രൂപത്തിൽ 4/9. അപ്പം നെക്സ്റ്റ് ഫിഗർ എന്ന് പറയുന്നത് ഒരു ഫ്ലവർ ആണ്. ഓക്കെ, ഒരു ഫ്ലവറിൻ്റെ ഫിഗറാണ്. അപ്പം ഇതിൽ എത്ര പാർട്സ് ആണുള്ളത്? 1 2 3 4 5 6 7 8 പാർട്സ് ആണ് ടോട്ടൽ ഉള്ളത്. അതിൽ ഷെയ്ഡ് ചെയ്ത പാർട്ട് എന്ന് പറയുന്നത് 1 2 3 4 ആണ് ഷെയ്ഡ് ചെയ്ത പാർട്ട്. അപ്പം നമുക്ക് 4/8 എന്ന് എഴുതാം. 4/8നെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ചെറിയൊരു ഫ്രാക്ഷൻ ആക്കി മാറ്റുക. അപ്പോൾ 4ലും 8ലും ഡിവിസിബിൾ ആവുന്ന നമ്പറാണ് 4. അപ്പം നമ്മൾ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഫ്രാക്ഷനെ ചെറിയൊരു ഫ്രാക്ഷനാക്കി എഴുതാം. 1 ഡിവൈഡഡ് ബൈ 2 എന്ന് എഴുതാം. ഓക്കെ, ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് ഫിഗർ എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലാണ് ഫിഗർ ഉള്ളത്. ഇതിൽ 2 സൈഡായിട്ടാണുള്ളത്. അതായത് ഒരു സൈഡ് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്, ഒരു സൈഡ് ഷെയ്ഡ് ചെയ്തിട്ടില്ല. അപ്പം ഫിഗർ 2 സൈഡും സെയിം ആണ്. അപ്പം നമുക്ക് ഇവിടെ എത്ര ഭാഗം ഷെയ്ഡ് ചെയ്തിട്ടുണ്ട് എന്ന് പറയാം? നമുക്ക് ഹാഫ് പാർട്ട് അല്ലേ, ഈ ഒരു ഫിഗറിൻ്റെ ഹാഫ് പാർട്ടാണ് ഷെയ്ഡ് ചെയ്ത ഭാഗം. അപ്പോൾ 1/2 എന്ന് നമുക്കിതിനെ ഫ്രാക്ഷൻ രൂപത്തിൽ എഴുതാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്പർ 2 ആണ്. കളർ ദ പാർട്ട് അക്കോർഡിംഗ് ടു ദ ഗിവൺ ഫ്രാക്ഷൻ. അപ്പോൾ ഇവിടെ കളർ ചെയ്യാനാണ് തന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പം ഞാനിവിടെ ഓൾറെഡി കളർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ടെക്സ്റ്റിൽ നോക്കിയാൽ മനസ്സിലാവും ഫിഗർ. അതായത് ഈ ഒരു ഫിഗറാണ് തന്നിട്ടുള്ളത്. ഇതിൽ 1/6 ആണ് നമ്മളോട് കളർ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്, അതായത് ഷെയ്ഡ് ചെയ്യാൻ. അതായത് ടോട്ടൽ 6 പാർട്ടാണ് ഉള്ളത്. 6 പാർട്ടിൽ ഇവിടെ 1 പാർട്ട് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതായത് 1 പാർട്ടാണ് ഷെയ്ഡ് ചെയ്യേണ്ടത്. അതാണ് ഇവിടെ 1/6 എന്ന് ഫ്രാക്ഷൻ എഴുതിയിട്ടുള്ളത്. ഓക്കെ, അപ്പം നെക്സ്റ്റ് ഫിഗർ എന്ന് പറയുന്നത് 1/4 ആണ്. നമ്മൾ ഫ്രാക്ഷൻ അല്ല, നമ്മുടെ ഫ്രാക്ഷന് 1/4 ആണ്. അപ്പോൾ ഇതിൽ ഷെയ്ഡ് ചെയ്യേണ്ടത് 1 പാർട്ടാണ്. അപ്പോൾ ഇവിടെ നോക്കുക, 1 2 3 4 പാർട്സ് ആണ്. അതുകൊണ്ടാണ് 4 ഡിനോമിനേറ്റർ. 1 പാർട്ട് ഷെയ്ഡ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഇവിടെ 1 പാർട്ട് ഇവിടെ ഷെയ്ഡ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഈ രീതിയിലാണ് ഷെയ്ഡ് ചെയ്യേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 1/3 ആണ്. ഓക്കെ, 1/3 ആണ്. അതായത് 3 ഈക്വൽ പാർട്സിൽ നിന്ന് 1 പാർട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഷെയ്ഡ് ചെയ്യണം. അപ്പോൾ അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. 1 പാർട്ട് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് 1/3 എന്ന ഫ്രാക്ഷൻ രൂപത്തിൽ അവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് 3/4 ആണ് നമ്മൾ ഷെയ്ഡ് ചെയ്യേണ്ടത്. ഫിഗർ ഈ രീതിയിലാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ 1 2 3 4 ടോട്ടൽ പാർട്സ് ആണ്. അപ്പോൾ അതിൽ 3 പാർട്സ് നമ്മൾ ഷെയ്ഡ് ചെയ്യണം. അതായത് 1 2 3, അതാണ് 3/4 എന്ന് ഇവിടെ ഫ്രാക്ഷൻ ആയിട്ട് എഴുതിയിട്ടുള്ളത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് 4/9 ആണ് ഫ്രാക്ഷൻ തന്നിട്ടുള്ളത്. ഇവിടെ 1 2 3 4 5 6 7 8 9 ആണ് ടോട്ടൽ പാർട്സ്.
അതിൽ 4 പാർട്ടാണ് നമ്മൾ ഷെയ്ഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഷെയ്ഡ് ചെയ്ത് കാണിച്ചിട്ടുള്ളത് 4 ആണ്. 1 2 3 4. അപ്പോൾ 4 പാർട്ട് ഷെയ്ഡ് ചെയ്യുക. അതാണ് 4/9 എന്നുള്ള ഫ്രാക്ഷൻ കൊണ്ട് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ എറർ ഇഫ് എനി. ഇതിൽ 3 ഫിഗർ തന്നിട്ടുണ്ട്. ഈ 3 ഫിഗറിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അതായത് ഫസ്റ്റത്തെ ഫിഗർ നോക്കുക, ദിസ് ഈസ് 1/2. ഇത് 1/2 ആണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെയുള്ള 2 പാർട്ടാണ് അതല്ലേ, ഒരു ട്രയാങ്കിളിന് 2 പാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ 2 പാർട്ട് ഈക്വൽ ആണോ? ഫിഗർ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. നമുക്ക് ഈക്വൽ ആയിട്ടാണോ ഇവിടെ കാണുന്നത്? അല്ല അല്ലേ. നമ്മൾ ഈക്വൽ പാർട്സ് ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, അതായത് ഫ്രാക്ഷൻ ആക്കി മാറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ 1/2 എന്നാണ് പറയുന്നത്. ഇവിടെ 2 പാർട്സ് ഉണ്ട്, പക്ഷെങ്കിൽ എന്താ, അത് ഈക്വൽ അല്ല. അതുകൊണ്ട് എന്താണ്, ഇത് നോട്ട് ഈക്വൽ ആണ്. ഓക്കെ, അതുകൊണ്ട് നോട്ട് ഈക്വൽ എന്ന് നമുക്കിവിടെ എഴുതാം. നോട്ട് ഈക്വൽ പാർട്സ് എന്ന് നമുക്ക് എഴുതാം. ഇതെന്തല്ല, ഹാഫ് അല്ല, 1/2 അല്ല. ഓക്കെ, ഇവിടെ നെക്സ്റ്റ് ഫിഗറും അതേപോലെ തന്നെയാണ്. അതായത് ദിസ് ഈസ് 1/4. ഇത് 1/4 ആണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതും നോക്കുക, ഈ ഫിഗറിൽ 1 2 3 4 പാർട്സ് ഉണ്ട്. പക്ഷേ എന്തല്ല, 4 ഈക്വൽ പാർട്സ് അല്ല അല്ലേ. ഈക്വൽ പാർട്സ് അല്ലാത്തത് കൊണ്ട് ഇതെന്തല്ല, 1/4 അല്ല. ദിസ് ഈസ് നോട്ട് ഈക്വൽ പാർട്സ് ആണ്. ദിസ് ഈസ് നോട്ട് ഈക്വൽ പാർട്സ് എന്ന് നമുക്കിവിടെ എഴുതാം. ഓക്കെ, അതുപോലെ നെക്സ്റ്റ് ഫിഗർ നോക്കുക. നെക്സ്റ്റ് ഫിഗറും ഒരു സർക്കിൾ തന്നിട്ടുണ്ട്, അതിനെ പാർട്ട് ചെയ്തിട്ടുണ്ട്. ആ പാർട്സ് നോക്കുക, ഓരോ പാർട്ടും എങ്ങനെയുള്ളത്, ഈക്വൽ ആയിട്ടാണോ നിങ്ങൾ കാണുന്നത്? അല്ല അല്ലേ, നോട്ട് ഈക്വൽ ആണ്. അത് 3 പാർട്ട് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്, പക്ഷെ എന്തല്ല, ഇത് ഈക്വൽ പാർട്സ് അല്ല. അപ്പോൾ ഇവിടെയും നമുക്ക് എന്ത് എഴുതാം, നോട്ട് ഈക്വൽ പാർട്സ് എന്ന് നമുക്ക് എഴുതാം. നോട്ട് ഈക്വൽ പാർട്സ് ആണ്. ഓക്കെ, ഈ തന്നിട്ടുള്ള ഫിഗർ എന്തല്ല, 3/4 അല്ല. ഓക്കെ, ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഫ്രാക്ഷൻ ഓഫ് എ ഡേ ഈസ് 8 hours. അതായത് 8 hours, എ ഡേ ഈസ് 8 hours. ഒരു ഡേയിലുള്ള 8 hoursനെ നമ്മൾ എന്ത് എഴുതണം, ഫ്രാക്ഷൻ ആക്കി എഴുതണം. എങ്ങനെയാണ് നമ്മൾ ഫ്രാക്ഷൻ ആക്കി എഴുതുക? നമുക്കറിയാം 1 ഡേ അല്ലേ. 1 ഡേ ഈസ് ഈക്വൽ ടു എന്താണ്, 1 ഡേ ഈസ് ഈക്വൽ ടു 24 hours ആണ്. 24 hours ആണ് 1 ഡേ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഫ്രാക്ഷൻ ഓഫ് 8 hours എങ്ങനെ എഴുതാം? അപ്പോൾ ഫ്രാക്ഷൻ ഓഫ് 8 hours ഈസ് ഈക്വൽ ടു 8 hours ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? 8 hours ഒരു 1 ഡേ എന്ന് പറഞ്ഞാൽ എത്രയാ, 24 hour. അപ്പോൾ 8 ഡിവൈഡഡ് ബൈ 24 എന്ന് എഴുതാം. ഓക്കെ, 8 ഡിവൈഡഡ് ബൈ 24 ആണ് ഇവിടെ ആൻസർ. നമുക്ക് വേണമെങ്കിൽ ഇതിനെ റെഡ്യൂസ് ചെയ്തിട്ട് എഴുതാം, ചെറിയ ഫ്രാക്ഷനാക്കി എഴുതാം. അങ്ങനെ എഴുതിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, 8/24 കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ, ഇവിടെ 8/24 നമ്മൾ റെഡ്യൂസ് ചെയ്തിട്ട് എഴുതാമെന്ന് പറഞ്ഞാൽ 8ലും 24ലും ഡിവിസിബിൾ ആവുന്ന നമ്പർ നോക്കുക. 8/24 ആണ്. അപ്പോൾ 8ൽ 8 ഡിവൈഡ് ചെയ്യാൻ പറ്റും, 24ലും 8 ഡിവിസിബിൾ ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 8 ഡിവൈഡഡ് ബൈ 8 1 ഡിവൈഡഡ് ബൈ 24 ഡിവൈഡഡ് ബൈ 8 3 എന്ന് കിട്ടും. അപ്പോൾ 1/3 എന്ന് നമുക്കിവിടെ റെഡ്യൂസ് ചെയ്തിട്ടുള്ള ഫ്രാക്ഷൻ എഴുതാം. 1/3 എന്നാണ് വരിക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഫ്രാക്ഷൻ ഓഫ് ആൻ ഹവർ ഈസ് 40 minutes. ഹവർ ഈസ് 40 minutes. നമുക്കറിയാം 1 hour എന്ന് പറയുന്നത് 1 hour ഈസ് ഈക്വൽ ടു 60 minutes ആണ് അല്ലേ. 60 minutes ആണ് 1 hour. അങ്ങനെയാണെങ്കിൽ 40 minutes, അതായത് ഫ്രാക്ഷൻ ഓഫ് 40 minutes എന്താ വരിക? ഫ്രാക്ഷൻ ഓഫ് 40 minutes, ഫ്രാക്ഷൻ ഓഫ് 40 minutes എന്താണ് വരിക? ദാറ്റ് ഈസ് 40 ഡിവൈഡഡ് ബൈ 60 എന്ന് വരും. 40 ഡിവൈഡഡ് ബൈ 60. അപ്പോൾ ഇവിടെ 40 ഡിവൈഡഡ് ബൈ 60 ആണ് ഇവിടെ ഫ്രാക്ഷൻ വരിക. ഇവിടെ നമുക്ക് 40 ഡിവൈഡഡ് ബൈ 60 എന്ത് ചെയ്യുക?
നമുക്ക് ഇവിടെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. റെഡ്യൂസ് ചെയ്യാന്ന് വെച്ചാൽ 40 ഡിവൈഡഡ് ബൈ 60 ആണ്. 0 കട്ട് ചെയ്ത് പോവും. 4ലും 6ലും 2 ഡിവിസിബിൾ ആണ്. 2 2s are 4, 3 2s are 6. ആ ആൻസർ നമുക്ക് 2/3 എന്ന് എഴുതാം. ഓക്കെ, 2/3 ആണ് ഇവിടെ റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ആൻസറാണ് കിട്ടുക. ഇതല്ലെങ്കിൽ ഈ ഒരു ആൻസർ എഴുതിയാലും കറക്റ്റ് തന്നെയാണ്. 40 ഡിവൈഡഡ് ബൈ 60 എഴുതിയാലും കറക്റ്റാണ്. ഇപ്പം നെക്സ്റ്റ് നമ്പർ 6 ആണ്. ഇതൊരു വേർഡ് പ്രോബ്ലം ആണ്. അപ്പം ആര്യ, അഭിമന്യു ആൻഡ് വിവേക് ഷെയർഡ് ലഞ്ച്. ആര്യ ഹാസ് ബ്രോട്ട് 2 sandwiches, one made of vegetable and one of jam. The other 2 boys forgot to bring their lunch. Arya agreed to share his sandwiches so that each person will have an equal share of each sandwich. അപ്പോൾ ഇതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ക്യാൻ ആര്യ ഡിവൈഡ് ഹിസ് സാൻഡ്വിച്ചസ് സോ ദാറ്റ് ഈച്ച് പേഴ്സൺ ഹാസ് ആൻ ഈക്വൽ ഷെയർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് പാർട്ട് ഓഫ് എ സാൻഡ്വിച്ച് വിൽ ഈച്ച് ബോയ് റിസീവ്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആര്യ, അഭിമന്യു ആൻഡ് വിവേക് അവർ ലഞ്ച് ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ ആര്യ എന്താണ് കൊണ്ടുവന്നിട്ടുള്ളത്? 2 സാൻഡ്വിച്ച് ആണ്. 1 മെയ്ഡ് ഓഫ് വെജിറ്റബിൾ, 1 ഓഫ് ജാം. അതായത് മറ്റ് 2 ബോയ്സ് എന്തായി, അവർ ലഞ്ച് കൊണ്ടുവരാൻ മറന്നു. അപ്പോൾ ആര്യ എന്ത് ചെയ്ത് അവളുടെ സാൻഡ്വിച്ച് ഈക്വൽ ഷെയറായി അവർക്ക് കൊടുത്തു. അപ്പോൾ എന്താണ് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ, ഹൗ ക്യാൻ ആര്യ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് സാൻഡ്വിച്ചസ്, അവർ എല്ലാവർക്കും ഒരേ ഈക്വൽ ഷെയറിൽ എങ്ങനെയാണ് അവൾ ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആര്യ എങ്ങനെയായിരിക്കും ഷെയർ ചെയ്തിട്ടുണ്ടാവുക? അപ്പോൾ അവരെത്ര പേരാണുള്ളത്? അപ്പോൾ അവൾ ഷെയർ ചെയ്തിട്ടുള്ളത് 3 ഈക്വൽ പാർട്സ് ആണ് അല്ലേ. അതായത് അവർ 3 പേരാണ് ഉള്ളത്. അതുകൊണ്ട് അവൾ ആ സാൻഡ്വിച്ച് ഈക്വൽ പാർട്സ് ആയിട്ടാണ് ഷെയർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം? ആര്യ ഹാസ് ഡിവൈഡഡ് 3 ഈക്വൽ പാർട്സ്. 3 ഈക്വൽ പാർട്സ് എന്ന് എഴുതാം. അപ്പോൾ ഓരോരാൾക്കും എത്ര പാർട്ടാണ് ഇതിൽ കിട്ടുക? സോ ഈച്ച് പേഴ്സൺ വിൽ ഗെറ്റ് 1 പാർട്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വാട്ട് പാർട്ട് ഓഫ് എ സാൻഡ്വിച്ച് വിൽ ഈച്ച് ബോയ് റിസീവ്. അപ്പോൾ ഓരോരാൾക്കും കിട്ടിയ പാർട്ട് അതെങ്ങനെയാണ് നമ്മൾ എഴുതുക? അപ്പോൾ ഈച്ച് ബോയ് റിസീവ്, അതിൽ നിന്ന് എത്ര പാർട്ടാണ് കിട്ടുന്നത്? ഓരോ ആൾക്കും, ഓരോ ബോയ്ക്കും കിട്ടിയത് 1/3 പാർട്ടാണ് അല്ലേ. 1/3 പാർട്ടാണ് കിട്ടുക. അപ്പം ഈച്ച് ബോയ് റിസീവ് 1/3 പാർട്ട്. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്, നമുക്ക് കിട്ടിയ ഫ്രാക്ഷൻ എന്താണ്? റിക്വയർഡ് ഫ്രാക്ഷൻ ഈസ് ഈക്വൽ ടു 1/3. ഓക്കെ, ഇവിടെ കിട്ടിയ ഫ്രാക്ഷൻ എന്താണ്? 1/3 ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇവിടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, കാഞ്ചൻ ഡൈസ് ഡ്രസ്സസ്. ഷീ ഹാഡ് ടു ഡ്രൈ 30 ഡ്രസ്സസ്. She has so far finished 20 dresses. What fraction of dresses has she finished? അപ്പോൾ ഇവിടെ പറയുന്നത്, കാഞ്ചൻ അവൾ ഡ്രസ്സ് ഡൈ ചെയ്യുന്നുണ്ട്. അവൾ 30 ഡ്രസ്സസ് ആണ് അവൾക്ക് ഡൈ ചെയ്യാനുള്ളത്. അവൾ ഫിനിഷ്ഡ് ആക്കിയത് 20 ഡ്രസ്സസ് ആണ് അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വാട്ട് ഫ്രാക്ഷൻ ഓഫ് ഡ്രസ്സസ് ഹാസ് ഷീ ഫിനിഷ്ഡ്. അവൾ ഫിനിഷ്ഡ് ചെയ്ത ഡ്രസ്സസിൻ്റെ ഫ്രാക്ഷനാണ് നമുക്കിവിടെ എഴുതേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു വേർഡ് പ്രോബ്ലം ആണ്. അതുകൊണ്ട് ടോട്ടൽ ഡ്രസ്സസ് കാഞ്ചൻ ഹാസ് ടു ഡൈ. എത്ര ഡ്രസ്സസ് ആണ് അവൾക്ക് ടോട്ടൽ ഡൈ ചെയ്യാനുള്ളത്? അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നെയുണ്ട് ടോട്ടൽ എത്ര ഡ്രസ്സസ് ആണ്? 30 ഡ്രസ്സസ് എന്ന് നമുക്ക് എഴുതാം. നെക്സ്റ്റ്, നമ്പർ ഓഫ് ഡ്രസ്സസ് ഷീ ഹാസ് ടു ഫിനിഷ്ഡ്. അവൾ ഫിനിഷ്ഡ് ചെയ്ത ഡ്രസ്സ് എത്രയാണ്? അപ്പോൾ നമുക്കിവിടെ 20 എന്ന് എഴുതാം അല്ലേ. 20 ഡ്രസ്സസ് ആണ് അവൾ
ഫിനിഷ്ഡ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ഫ്രാക്ഷൻ എങ്ങനെയാണ് നമ്മൾ എഴുതുക? ഫ്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടലാണ് ഡിനോമിനേറ്റർ അല്ലേ? ടോട്ടൽ ഡിനോമിനേറ്റർ ആണ് 30. ആൾ ഫിനിഷ്ഡ് ചെയ്തത് 20. അപ്പോൾ 20 ഡിവൈഡഡ് ബൈ 30 എന്ന് എഴുതാം. നമുക്കിതിനെ റിഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 2/3 എന്നാണ് നമുക്കിവിടെ കിട്ടുന്ന ഫ്രാക്ഷൻ. 2/3 ആണ് നമുക്കിവിടെ ഫ്രാക്ഷൻ കിട്ടുക. ഓക്കെ, ക്ലിയർ ആണല്ലോ? അടുത്തത് റൈറ്റ് ദ നാച്ചുറൽ നമ്പേഴ്സ് ഫ്രം 2 to 12 ആണ്. റൈറ്റ് ദ നാച്ചുറൽ നമ്പേഴ്സ് ഫ്രം 2 to 12. വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദം ആർ പ്രൈം നമ്പേഴ്സ്? അപ്പം നമുക്ക് നാച്ചുറൽ നമ്പേഴ്സ് എന്താണെന്ന് അറിയാലോ. 2 to 12 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സ് നമ്മളിവിടെ എഴുതണം. അപ്പം 2 to 12 വരെ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയുണ്ട്? 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. ഇതാണ് 2 to 12 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സ്. അപ്പോൾ ഇതിൽ വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദം ആർ പ്രൈം നമ്പേഴ്സ്. അപ്പോൾ പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയാണ്? നമുക്ക് ഏതൊക്കെയാണ് പ്രൈം നമ്പേഴ്സ് ഇതിൽ വരിക? പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഫാക്ടേഴ്സ് ഇല്ലാത്ത നമ്പേഴ്സ് അല്ലേ? പ്രൈം നമ്പേഴ്സ് അതായത് ആകെ ഒറ്റൊരു ഫാക്ടർ മാത്രമേ അതിനുണ്ടാവൂ. അതായത് ആ ഒരു നമ്പറും പിന്നെ 1ഉം. അപ്പോൾ അത് പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത് ആരൊക്കെയാ? 2 അല്ലേ? 2 into 1 2 അല്ലേ? അതിന് 2ഉം ഒരു ഫാക്ടറാണ് 1ഉം. ഇനി അതിലൊരു ഫാക്ടർ ഉണ്ടോ? 2ന് ഫാക്ടർ ഉണ്ടോ? ഇല്ല. അപ്പോൾ 2 ഒരു പ്രൈം നമ്പറാണ്. അടുത്ത പ്രൈം നമ്പർ ആരാണ്? നെക്സ്റ്റ് പ്രൈം നമ്പർ എന്ന് പറയുന്നത് 3. ഓക്കെ, 3 ഫാക്ടർ 3 and 1 മാത്രമേ ഉള്ളൂ. അപ്പോൾ 3 ഒരു പ്രൈം നമ്പറാണ്. അപ്പോൾ നെക്സ്റ്റ് പ്രൈം നമ്പർ എന്ന് പറയുന്നത് 5 അല്ലേ? 5 ആണ്. നെക്സ്റ്റ് പ്രൈം നമ്പർ 7. നെക്സ്റ്റ് പ്രൈം നമ്പർ 11. അപ്പോൾ ഇത്രയും പ്രൈം നമ്പേഴ്സാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ എങ്ങനെയാണ് ഇത് ഫ്രാക്ഷനാക്കി എഴുതുക? ടോട്ടൽ നാച്ചുറൽ നമ്പേഴ്സ് അല്ലേ? അതായത് ഇവിടെ തന്നിട്ടുള്ള ടോട്ടൽ നാച്ചുറൽ നമ്പേഴ്സ് എത്രയാണെന്ന് ആദ്യം നമുക്ക് നോക്കാം. ടോട്ടൽ നാച്ചുറൽ നമ്പേഴ്സ് ഈസ് ഈക്വൽ ടു, അപ്പോൾ ഇവിടെ ടോട്ടൽ എണ്ണി നോക്കുക. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11. 11 ആണ് ഇവിടെ ടോട്ടൽ. ഇനി എത്ര പ്രൈം നമ്പേഴ്സാണ് നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത്? ടോട്ടൽ പ്രൈം നമ്പേഴ്സ്. ടോട്ടൽ പ്രൈം നമ്പേഴ്സ് എത്രയാണ് ഇവിടെ ഉള്ളത്? പ്രൈം നമ്പേഴ്സ് ഈസ് ഈക്വൽ ടു 1, 2, 3, 4, 5. അപ്പോൾ 5 പ്രൈം നമ്പേഴ്സാണ്. അപ്പോൾ ഇവിടെ ഫ്രാക്ഷൻ ആക്കി എങ്ങനെ എഴുതാം നമുക്ക്? ഫ്രാക്ഷൻ 5 ഡിവൈഡഡ് ബൈ 11 എന്ന് എഴുതാം. 5 ഡിവൈഡഡ് ബൈ 11 ആണ് ഇവിടെ കിട്ടുന്ന ഫ്രാക്ഷൻ. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ നാച്ചുറൽ നമ്പേഴ്സ് ഫ്രം 102 to 113. വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദം ആർ പ്രൈം നമ്പേഴ്സ്? നേരത്തെ എഴുതിയ പോലെ തന്നെയാണ്. 102 മുതൽ 113 വരെയുള്ള നമ്പേഴ്സ് എഴുതുക. അതിൽ നിന്ന് പ്രൈം നമ്പേഴ്സ് ആരൊക്കെയാണ് അവയുടെ ഫ്രാക്ഷനാണ് നമുക്ക് എഴുതേണ്ടത്. അപ്പോൾ 102 മുതൽ സ്റ്റാർട്ട് ചെയ്യുക. 102, 103, 104, 105, 106, 107, 108, 109, 110, 111, 112 and 113. ഇതുവരെയുള്ള നമ്പേഴ്സ് നമ്മൾ ആദ്യം എഴുതാം. അപ്പോൾ ഇവിടെ ആരൊക്കെയാണ് പ്രൈം നമ്പേഴ്സ് വരിക? പ്രൈം നമ്പേഴ്സ് 103 എന്ന് പറയുന്ന ഒരു നമ്പർ വരും. അടുത്തത് നെക്സ്റ്റ് നമ്പർ ആരാണ്? നെക്സ്റ്റ് 107 ആണ്. നെക്സ്റ്റ് നമ്പർ ആരാണ്? നെക്സ്റ്റ് നമ്പർ 109 ആണ്. നെക്സ്റ്റ് 113 എന്ന് വരും. 113. അപ്പോൾ ഇവിടെ ടോട്ടൽ നാച്ചുറൽ നമ്പേഴ്സ് ഫ്രാക്ഷൻ എങ്ങനെ എഴുതാം? ടോട്ടൽ നാച്ചുറൽ നമ്പേഴ്സ്. ടോട്ടൽ നാച്ചുറൽ നമ്പേഴ്സ്. അപ്പോൾ അതിവിടെ എണ്ണി നോക്കുക. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12 ആണ്. 12 നാച്ചുറൽ നമ്പേഴ്സ് ഉണ്ട്. ഇനി ടോട്ടൽ പ്രൈം നമ്പേഴ്സ്. ടോട്ടൽ
പ്രൈം നമ്പേഴ്സ് ആരൊക്കെയാ? 1 2 3 4 പ്രൈം നമ്പേഴ്സ് ആണ്. ഇനി ഇതിൻ്റെ ഫ്രാക്ഷൻ എങ്ങനെ എഴുതാം നമുക്ക്? ഫ്രാക്ഷൻ ഈസ് ഈക്വൽ ടു 4 ഡിവൈഡഡ് ബൈ 12 എന്ന് എഴുതാം. അപ്പോൾ 4ഉം 12ഉം നമുക്ക് വേണമെങ്കിൽ റെഡ്യൂസ് ചെയ്യാം. 4ലും 12ലും ഡിവിസിബിൾ ആവുന്ന നമ്പറാണ് 4. അപ്പോൾ 1/3 ആണ് ഇവിടെ ഫ്രാക്ഷൻ റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വരിക. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദീ സർക്കിൾ ഹാവ് എക്സസ് ഇൻ ദം? അതായത് ഇവിടെ തന്നിട്ടുള്ള സർക്കിൾസിൽ എക്സ് ഉള്ളതിൻ്റെ ഫ്രാക്ഷൻ, എക്സ് എന്ന് സർക്കിളിൻ്റെ ഉള്ളിൽ കാണുന്നുണ്ട് അല്ലേ, അത് ഉള്ളതിൻ്റെ ഫ്രാക്ഷൻ എങ്ങനെയാണ് നമ്മൾ കാണാം. അപ്പോൾ ഇവിടെ ടോട്ടൽ സർക്കിൾ എത്ര ഉണ്ട്? അപ്പോൾ ടോട്ടൽ സർക്കിൾ ആദ്യം നമുക്കറിയണം അല്ലേ. ടോട്ടൽ സർക്കിൾ ഈസ് ഈക്വൽ ടു, അപ്പോൾ ഇവിടെ എണ്ണി നോക്കുക, 1 2 3 4 5 6 7 8 ആണ്. 8. ഇനി എക്സ് അതായത് സർക്കിൾ ഹാവ് എക്സ് എത്രയാണ്? സർക്കിൾ ഹാവ് എക്സ് ഉള്ള സർക്കിൾസ് ഏതൊക്കെയാ? 4 ആണ്. അപ്പോൾ നമ്മുടെ ഫ്രാക്ഷൻ എങ്ങനെ എഴുതാം? ഫ്രാക്ഷൻ ഈസ് ഈക്വൽ ടു 4 ഡിവൈഡഡ് ബൈ 8. 4 ഡിവൈഡഡ് ബൈ 8നെ നമുക്ക് റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് 4ൽ ഡിവിസിബിൾ ആവും. അപ്പോൾ 1 ഡിവൈഡഡ് ബൈ 2 എന്ന് വരും. ഓക്കെ, 1 ഡിവൈഡഡ് ബൈ 2 ആണ് ഇവിടെ ഫ്രാക്ഷൻ വരിക. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്രിസ്റ്റിൻ റിസീവ്ഡ് എ CD player for her birthday. She bought 3 CDs and received 5 others as gift. What fraction of her total CDs did she buy and what fraction did she receive as gift? അതായത് ക്രിസ്റ്റീന് റിസീവ്ഡ് ആയ CD പ്ലെയർ ആണ്, അതായത് അവളുടെ ബർത്ത്ഡേക്ക് കിട്ടിയ CD പ്ലെയേഴ്സ്. അതായത് അവൾ വാങ്ങിയിട്ടുള്ളത് 3 CDസും അവൾക്ക് കിട്ടിയത് 5 others ഗിഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഫ്രാക്ഷൻ ഓഫ് ഹർ ടോട്ടൽ CD, അവളുടെ ടോട്ടൽ CD എത്രയാണ് അവളുടെ കയ്യിലുള്ളത്, പിന്നെ അവൾ വാങ്ങിയ ടോട്ടൽ CDയുടെ ഫ്രാക്ഷൻ, പിന്നെ അവൾക്ക് കിട്ടിയ റിസീവ് ആയിട്ടുള്ള CDയുടെ ഫ്രാക്ഷൻ, ഇവ രണ്ടുമാണ് നമുക്ക് എഴുതാനുള്ളത്. ഓക്കെ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമുക്ക് എന്ത് എഴുതാം? നമ്പർ ഓഫ് CD ക്രിസ്ത്യൻ ബോത്ത് ദ മാർക്കറ്റിൽ നിന്ന് അവൾ വാങ്ങിയ CDയുടെ എണ്ണം എത്രയാണ്? 3 ആണ് അല്ലേ. ഇവിടെ തന്നിട്ടുണ്ട് 3 CDs ആണ് അവൾ വാങ്ങിയിട്ടുള്ളത്. ഈ നമ്പർ ഓഫ് CD റിസീവ്ഡ് ആസ് എ ഗിഫ്റ്റായിട്ട് അവൾക്ക് കിട്ടിയിട്ടുള്ളത് 5 ആണ്. ഓക്കെ. ടോട്ടൽ നമ്പർ ഓഫ് CD ക്രിസ്ത്യൻ ഹാവ്, അങ്ങനെയാണെങ്കിൽ ടോട്ടൽ നമ്പർ എങ്ങനെ കാണാം നമുക്ക്? 3 വാങ്ങിയത് പ്ലസ് 5 ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ 3 + 5 എത്രയാ? 8 ആണ് ടോട്ടൽ നമ്പർ. ഇനി നെക്സ്റ്റ്, ദ ഫ്രാക്ഷൻ ഓഫ് CD ഷി ബോട്ട്, അതായത് ഫ്രാക്ഷൻ ഓഫ് CD ഷി ബോട്ട്, വാങ്ങിയ CDയുടെ ഫ്രാക്ഷൻ, വാങ്ങിയത് എത്രയാ? 3 ആണ്. അപ്പോൾ അതിൻ്റെ ഫ്രാക്ഷൻ രൂപത്തിൽ നമുക്ക് എങ്ങനെ എഴുതാം? 3 ഡിവൈഡഡ് ബൈ 8 എന്ന് എഴുതാം. ഓക്കെ. നെക്സ്റ്റ്, ഫ്രാക്ഷൻ ഓഫ് CD റിസീവ്ഡ് ആസ് എ ഗിഫ്റ്റ്, അതായത് ഗിഫ്റ്റ് കിട്ടിയ CDയുടെ ഫ്രാക്ഷൻ, ഗിഫ്റ്റ് കിട്ടിയത് എത്രയാ? 5 ആണ്. അപ്പോൾ നമുക്ക് 5 ഡിവൈഡഡ് ബൈ 8 എന്ന് എഴുതാം. ഇതാണ് ഫ്രാക്ഷൻ. ഈ രൂപത്തിലാണ് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ. അപ്പോൾ ഇതുവരെ എടുത്ത കാര്യങ്ങളെല്ലാം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് എക്സസൈസുമായി വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.